പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴ ഉണ്ടായി എന്നും ഇഞ്ചക്ഷൻ വെച്ച സമയത്ത് സൂചി ഒടിഞ്ഞ് പിഞ്ചു കുഞ്ഞിന്റെ കാലിൽ ഇരുന്നു എന്നുമുള്ള പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം പെരിങ്ങോത്തെ വീട്ടിലെത്തി മാതാപിതാക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ജനം TV നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. അതേസമയം സംഭവത്തിൽ കുഞ്ഞിന്റെ പിതാവ് ശ്രീജു ഇന്ന് പരിയാരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, പോലീസ് സ്റ്റേഷനിലടക്കം പരാതി നൽകി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഗുരുതരമായ അനാസ്ഥ ഉണ്ടാകുന്നത് 40 ദിവസമാണ് ഈ കുഞ്ഞ് ഈ സൂചിയുമായി വേദന അനുഭവിച്ചത് എന്നുള്ളതാണ്. എന്തൊക്കെ നടപടികളാ വീട്ടുകാർ എടുക്കുന്നുണ്ട്? ആരോഗ്യവകുപ്പ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? വീണ, ഇന്നലെ രാവിലെയാണ് ജനം TV ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത ശേഷം സൂചി ഒടിഞ്ഞ കുഞ്ഞിൻ്റെ തുടയിലിരുന്നു. അത് 25 ദിവസത്തോളം അത്തരത്തിൽ കുഞ്ഞ് വേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്ത് തൊട്ടു പിന്നാലെ ആരോഗ്യവകുപ്പ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും സംഭവത്തിൽ അന്വേഷണത്തിന് ഉന്നതതല സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ചെയർമാനായ സമിതിയിൽ പീഡിയാട്രിക് സർജറി വിഭാഗം മേധാവി, അതുപോലെ തന്നെ സർജറിയുടെ വിഭാഗം മേധാവി, കൂടാതെ RMO അടക്കമുള്ള ആളുകളാണ് ഈ ഒരു ഉന്നതതല സമിതിയിലുള്ളത്. അവർ ഇന്നലെ തന്നെ പെരിങ്ങോത്തെ വീട്ടിലെത്തി കുട്ടിയുടെ മാതാപിതാക്കളായ ശ്രീജുവിൽ നിന്നും രേവതിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. മാത്രമല്ല എക്സ്റേയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആശുപത്രിയിൽ കാണിച്ചതിൻ്റെ രേഖകളടക്കം ഇവർ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂറിന് മുകളിൽ ഈ ഒരു തെളിവെടുപ്പ് നീണ്ടു നിന്നു. ഇഞ്ചക്ഷൻ വെച്ചത് തന്നെയാണ് എന്നൊരു നിഗമനം ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കുട്ടിയുടെ പിതാവ് ശ്രീജു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇത്തരമൊരു അനാസ്ഥ കാണിച്ച ആൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കുട്ടിയുടെ പിതാവായ ശ്രീജു പരിയാരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 10 മണിയോടുകൂടി അദ്ദേഹം പരിയാരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകും. ഇക്കഴിഞ്ഞ ഡിസംബർ 22-നാണ് ഈ കുട്ടിയുടെ പ്രസവത്തിനായി ശ്രീജുവിന്റെ ഭാര്യ രേവതിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം 24-ാം തീയതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പിന്റെ സിറിഞ്ചിൽ നിന്നുള്ള സൂചി ഒടിഞ്ഞാണ് കുട്ടിയുടെ കാലിൽ ഇരുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഇന്നലെ ഉന്നയിച്ചത്. മാത്രമല്ല 25 ദിവസം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ആശുപത്രിയിൽ കാണിച്ചപ്പോഴാണ് ആ കുട്ടിയുടെ കാലിലുണ്ടായ മുറിവിൽ നിന്ന് ഇത്തരത്തിൽ 3.7 സെൻറ്റിമീറ്റർ നീളമുള്ള സൂചി കണ്ടെത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത്രയും ദിവസം ഏതാണ്ട് 25 ദിവസത്തോളം കഠിന വേദനയുമായ കുഞ്ഞ് കഴിയുന്നൊരു സാഹചര്യമുണ്ടായി. ആ കുഞ്ഞിൻ്റെ പ്രയാസം ആ കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു സാഹചര്യമുണ്ടായി. കാരണം കുഞ്ഞ് വേദന കാരണം ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ മൊത്തം സമാധാനം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ടായി എന്ന് ഇന്നലെ തന്നെ കുടുംബം നമ്മോട് പറയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഏതായാലും സംഭവത്തിൽ തങ്ങളുടെ കുഞ്ഞ് അനുഭവിച്ച വേദനയിൽ ശക്തമായ നടപടി വേണം. അതിന് ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ കുടുംബം തയ്യാറെടുക്കുന്നത്. വീണ, ഓക്കെ, ശരി മിഥുൻ.